Hi students, Site-directed mutagenesis is a molecular biology method which we use to make specific and intentional change to the DNA sequence of a gene and any gene products. ഒരു DNA sequenceലെ ജീനിലോ അല്ലെങ്കിൽ any gene productsലോ ഉണ്ടാക്കുന്ന changes. നമ്മൾ intentionally ഉണ്ടാക്കുന്ന changes. And we also called it site-specific mutagenesis or oligonucleotide directed mutagenesis. Mainly it is used for investigating the structure and biological activity of DNA, RNA and protein molecules and for protein engineering also. So mutation എന്താണ്? Mutation എന്ന് വെച്ച് കഴിഞ്ഞാൽ sudden changes in a DNA. Sudden changes in a DNA. So mutagenesis എന്ന് വെച്ച് കഴിഞ്ഞാൽ Genesis means to synthesize something. So mutagenesis എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? To generate mutation. വിഷ്വേ നമ്മൾ തന്നെ മ്യൂട്ടേഷൻ ജനറേറ്റ് ചെയ്യാണ് ഫോർ എ പർട്ടിക്കുലർ കോസ്. നമ്മുടെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻറ്റൻഷനിൽ ആ ഒരു പർട്ടിക്കുലർ DNA സീക്വൻസിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് വി ആർ പ്രൊഡ്യൂസിങ് ദ മ്യൂട്ടേഷൻ ഓർ വി ആർ ജനസിങ് ദിസ് മ്യൂട്ടേഷൻ. Mutagenesis gives us the capability of testing the role of any amino acid in a protein by replacing it with any of the other naturally occurring amino acids. So, നമ്മള് mutagenesis വഴിയിട്ട് അമിനോ ആസിഡ്സിന്റെ കേപ്പബിലിറ്റീനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഒരു പ്രോട്ടീനിലുള്ള അമിനോ ആസിഡ്സിന്റെ കേപ്പബിലിറ്റി. സോ വെൻ if we have to do that, we have to replace it with another naturally occurring amino acid. So എന്തൊക്കെ ടൈപ്പ് മ്യൂട്ടാജെനിസിസ് ആണ് ഉള്ളത്? റാൻഡം മ്യൂട്ടാജെനിസിസ് ആൻഡ് സൈറ്റ് ഡയറക്റ്റഡ് മ്യൂട്ടാജെനിസിസ്. സോ റാൻഡം മ്യൂട്ടാജെനിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ DNA സീക്വൻസിന്റെ എനി റീജിയനിലെ മ്യൂട്ടേഷൻസ് ജനറേറ്റ് ചെയ്യുന്നത് റാൻഡംലി. സൈറ്റ് ഡയറക്റ്റഡ് മ്യൂട്ടാജെനിസിസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് സ്പെസിഫിക് ടാർഗറ്റ് ചേഞ്ചസ് ഇൻ DNA. നമ്മൾ DNAയുടെ ചെറിയ ചില ടാർഗറ്റ് ഏരിയസിൽ മാത്രം മ്യൂട്ടേഷൻ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. ലൈക്ക് ചേഞ്ച് ഇൻ സ്പെസിഫിക് ജീൻ ഓർ സ്പെസിഫിക് ന്യൂക്ലിയോടൈഡ്. ഇതിന്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏർലി ടൈംസിൽ മ്യൂട്ടാജെനിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി റേഡിയേഷനും കെമിക്കൽ മ്യൂട്ടാജെൻസും ആണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. വിച്ച് ഈസ് നോൺ സൈറ്റ് സ്പെസിഫിക്. ദി ജനറേറ്റ് റാൻഡം മ്യൂട്ടേഷൻസ് ഉള്ളി. റാൻഡം മ്യൂട്ടേഷൻസ് മാത്രമാണ് അത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ന്യൂക്ലിയോടൈഡ്സിന്റെ അനലോഗ്സും പിന്നെ കെമിക്കൽസും നമ്മൾ അതിനുശേഷം യൂസ് ചെയ്യും ടു ജനറലൈസ് ദ ലോക്കലൈസ്ഡ് പോയിന്റ് മ്യൂട്ടേഷൻസ്. എക്സാമ്പിള് chemicals and aminopurine and bisulfate. ഈ സൈറ്റ് ഡയറക്റ്റഡ് മ്യൂട്ടാജെനിസിസ് 1974 ലബോറട്ടറിയിൽ നമ്മൾ ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് ഡൺ ബൈ ചാൾസ് വീസ്മാൻ. ആൻഡ് പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയോടൈഡ് അനലോഗ് N4 ഹൈഡ്രോക്സി സൈറ്റിഡിൻ യൂസ് ചെയ്തിട്ട് അഡിമിൻ തൈമിൻ ആൻഡ് ഗ്വാനിൻ സൈറ്റോസിനെ ട്രാൻസിഷനെ എന്ത് ചെയ്തു? ഇൻഡ്യൂസ് ചെയ്തു. മൈക്കൽ സ്മിത്തിൻ 1978 കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അപ്രോച്ച് സൈറ്റ് ഡയറക്റ്റഡ് മ്യൂട്ടാജെനിസിസിനെ കൊണ്ടുവന്നത് ബൈ യൂസിങ് ഒലിഗോന്യൂക്ലിയോടൈഡ്സ് ഇൻ എ പ്രൈമർ എക്സ്റ്റൻഷൻ മെത്തേഡ് വിത്ത് DNA polymerase. സോ സൈറ്റ് ഡയറക്റ്റഡ് മ്യൂട്ടാജെനിസിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സൈറ്റ് സ്പെസിഫിക് മ്യൂട്ടാജെനിസിസ്. And it is a molecular biological method in which mutation is created at a defined site in a DNA molecule as plasmid. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സൈറ്റ് ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ സൈറ്റിലോ ടാർഗറ്റ് ആയിട്ടുള്ള ഏരിയയിലോ ആയിരിക്കും നമ്മൾ എപ്പോഴും മ്യൂട്ടേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ site-directed mutagenesis is a powerful technique where site-specific changes in DNA sequence are produced in vitro, for instance, to change an amino acid residue into another by changing the codon sequence within the gene sequencer. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പവർഫുൾ ടെക്നിക്കാണ് ഇൻ ലാബ്
to change the DNA sequence. By change the amino acid residue into another by changing the codon sequence with the gene sequence. Purpose of this new SDM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി നമ്മൾ പ്രോട്ടീൻ ആക്ടിവിറ്റിയെ പറ്റി പഠിക്കാൻ, അതുപോലെ തന്നെ ഇൻട്രൊഡ്യൂസ് or remove restriction endonuclease sites or tags to select the mutation that have desired property. So ഇതാണ് മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ പർപ്പസ് പറയുന്നത് എന്തൊക്കെയാണ് എസ് ഡി എമ്മിന് വേണ്ട റിക്വയർമെന്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് വേണം? ഒരു DNA സീക്വൻസ് വേണം. അതുപോലെ തന്നെ ഈ DNA സീക്വൻസിന് ഒരു ഒലിഗോ ന്യൂക്ലിയോടൈഡ്സ് അല്ലെങ്കിൽ ഒരു പ്രൈമർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവണം. കണ്ടീഷൻസ് ഫോർ ദിസ് പ്രൈമർ എന്ന് പറയുന്നത് പ്രൈമർ മസ്റ്റ് കണ്ടെയ്ൻ ദ മ്യൂട്ടേഷൻ. പ്രൈമറിലെ മ്യൂട്ടേഷൻ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ മ്യൂട്ടേഷൻ ഷുഡ് ബി ഇൻ ദ മിഡിൽ ഓഫ് ദ പ്രൈമർ. Primer should be 24 to 25 nucleotide long and have a GC contents of at least 40%. GC means guanine cytosine content. And the melting temperature should be greater than 78 degrees Celsius. And the 3' end of the primer has to end on C or G. എന്തൊക്കെ ടൈപ്പ് മ്യൂട്ടാജെനിസിസ് ആണ് ഇനി നമുക്ക് ഉള്ളത് നോക്കാം. മെയിൻലി 3 ടൈപ്പ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഒലിഗോ ന്യൂക്ലിയോടൈഡ് സൈറ്റ് ഡയറക്റ്റഡ് മ്യൂട്ടാജെനിസിസ് വിത്ത് പ്ലാസ്മിഡ് ആൻഡ് വിത്ത് M13 ഫേജ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വണ്ണാണ് കാസറ്റ് മ്യൂട്ടാജെനിസിസ്. തേർഡ് വൺ PCR based site directed mutagenesis or PCR based SDM. So oligonucleotide site directed mutagenesis അല്ലെങ്കിൽ oligonucleotide SDM എന്താ നമുക്ക് നോക്കാം. സോ oligonucleotide SDM എന്ന് പറയുന്നത് ഒരു പ്രൈമർ വിച്ച് കണ്ടെയ്ൻ മ്യൂട്ടേഷൻ ആൻഡ് ഈസ് കോംപ്ലിമെന്ററി ടു ദ DNA around the mutation site, so it can hybridize with the DNA gene of interest. അതായത് നമുക്കൊരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റിക്വയർമെന്റ്സിനകത്ത് ഇത് പറഞ്ഞിരുന്നല്ലോ നമുക്ക് എന്തൊക്കെ വേണം. അപ്പോൾ DNA പ്രൈമർ വേണം. ഈ DNA പ്രൈമറിൽ എന്തുണ്ടാവണം? മ്യൂട്ടേഷൻ ഉണ്ടാവണം. ആൻഡ് ദ മ്യൂട്ടേഷൻ ഈസ് ദിസ് പ്രൈമർ ഈസ് ഷുഡ് ബി കോംപ്ലിമെന്ററി ടു ദ DNA around the mutation site, so it can join with the DNA in the genes of interest. നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ സിംഗിൾ സ്ട്രാൻഡ് പ്രൈമറിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും ബൈ ദ ഹെൽപ്പ് ഓഫ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഇത് ആർക്കാണുള്ളത് ഫംഗ്ഷൻ DNA polymerase. So the single strand primer is then extended using the DNA polymerase which copies the rest of the gene. ഈ ജീൻസിനെ നമ്മൾ എന്ത് ചെയ്യും? The genes thus copied contains the mutated site and is then introduced into a host cell as well as vector and cloned. അതുപോലെ തന്നെ ഈ കോപ്പി ചെയ്തേക്കണ മ്യൂട്ടേറ്റഡ് സൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഹോസ്റ്റ് സെല്ലിനകത്തോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ വെക്ടർ ആൻഡ് ദെൻ ഇറ്റ് ഈസ് ക്ലോൺഡ്. ഫൈനലി നമ്മൾ മ്യൂട്ടൻസിനെ സെലക്ട് ചെയ്യും ഫോർ ദ സ്ക്രീനിങ് പർപ്പസ് ആൻഡ് സെലക്ഷൻ. ഈ കാണിച്ചിരിക്കുന്നത് SDMന്റെ സിംഗിൾ സ്റ്റാൻഡിലെ ഒരു പിക്ചറാണ്. സോ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒലിഗോന്യൂക്ലിയോടൈഡിന്റെ പിക്ചറാണ്. സോ ഒലിഗോന്യൂക്ലിയോടൈഡ് ഈസ് ക്രിയേറ്റഡ് ദാറ്റ് ഡിഫർ ഫ്രം ദ ടാർഗറ്റ് സീക്വൻസ് ഇൻ എ സിംഗിൾ ന്യൂക്ലിയോടൈഡ്. ഒരു സിംഗിൾ ന്യൂക്ലിയോടൈഡ് ആയിരിക്കും എടുക്കുക. ദ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഒലിഗോന്യൂക്ലിയോടൈഡ് ആൻഡ് ദ ടാർഗറ്റ് DNA സീക്വൻസിങ് ദ പെയർ. അത് കഴിയുമ്പോൾ തേർഡ് സ്റ്റെപ്പിൽ ഒലിഗോന്യൂക്ലിയോടൈഡ് ഈസ് എ പ്രൈമർ ഫോർ DNA സിന്തസിസ് വിച്ച് പ്രൊഡ്യൂസ് a molecule with a single mismatch pair. And the fifth വരുമ്പോൾ the DNA is transferred to bacterial cell and the mismatched bases are repaired by bacterial enzyme. പിന്നെ സിക്സ്തില് about half of the plasmids will have original sequence and the other half will have altered sequence. Seventh one, the bacteria are then screened for the presence of the altered gene. സോ ഇതാണ് SDM ഫോർ സിംഗിൾ സ്റ്റാൻഡ് SDM. ഇത് തന്നെ ഒരു 3 ടൈപ്പ് ഉണ്ട്. ഇൻസേർഷൻ ഓഫ് ന്യൂക്ലിയോടൈഡ്സ്, ഡിലീഷൻ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ആൻഡ് ബേസ് പെയർ സബ്സ്റ്റിറ്റ്യൂഷൻ.
നേരത്തെ പറഞ്ഞല്ലോ മ്യൂട്ടേഷൻസ് എത്ര ടൈപ്പിലാണ്, ഏതൊക്കെ ടൈപ്പിലാണ് ഇവിടെ ചെയ്തേക്കണമെന്ന് മാത്രമാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻസേർഷൻ ഓഫ് ന്യൂക്ലിയോടൈഡ്, ഏതെങ്കിലും ഒരു ന്യൂക്ലിയോടൈഡിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കല്. പിന്നെ വന്നത് ഡിലീഷൻ ഓഫ് ന്യൂക്ലിയോടൈഡ്സ്, ഡിലീഷൻ മ്യൂട്ടേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ന്യൂക്ലിയോടൈഡിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യുക. പിന്നെ ഉള്ളത് ബേസ് പെയർ സബ്സ്റ്റിറ്റ്യൂഷൻ. സോ അതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വന്നതാണ് കാസറ്റ് മ്യൂട്ടാജെനിസിസ്. സോ കാസറ്റ് മ്യൂട്ടാജെനിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് യൂസസ് ഷോർട്ട് ഡബിൾ സ്റ്റാൻഡേർഡ് ഒലിഗോന്യൂക്ലിയോടൈഡ് ആണ് ടു റീപ്ലേസ് ദ ഫ്രാഗ്മെന്റ് ഓഫ് ടാർഗറ്റ് ഡി എൻ എ. ഒലിഗോന്യൂക്ലിയോടൈഡിൽ നമ്മൾ എന്താ പറഞ്ഞത്, സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ് പറഞ്ഞത്. പക്ഷെ കാസറ്റിൽ വരുമ്പോഴത്തേക്കും ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ്സിനെ, ഒലിഗോന്യൂക്ലിയോടൈഡ്സിനെയാണ് നമ്മൾ റിപ്ലേസ് ചെയ്യുക. ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ദ മെത്തേഡ്സ് ദാറ്റ് യൂസ് ഇൻ സിംഗിൾ ന്യൂക്ലിയോടൈഡ്സ് in that a single gene cassette can contain multiple mutation. So ഒരു സിംഗിൾ ജീൻ കാസറ്റിന് ഇവിടെ വരുമ്പോഴത്തേക്കും മൾട്ടിപ്പിൾ മ്യൂട്ടേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. Unlike many site-directed mutagenesis method, cassette mutagenesis also does not involve primer extension by DNA polymerase. So ഇതിനകത്ത് വരുമ്പോൾ കാസറ്റ് മ്യൂട്ടാജെനിസിസിനകത്ത് പ്രൈമർ എക്സ്റ്റൻഷൻ, ഡി എൻ എ പോളിമറേസ് യൂസ് ചെയ്തിട്ടുള്ള പ്രൈമർ എക്സ്റ്റൻഷൻ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഇതൊരു ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്റ്റൻഷൻ്റെ ആവശ്യമില്ല. പക്ഷെ സിംഗിൾ സ്റ്റാൻഡിൽ വരുമ്പോഴത്തേക്ക് എന്താ, അതൊരു സിംഗിൾ സ്റ്റാൻഡ് പ്രൈമർ ആയിരുന്നു നമ്മൾ എടുത്തിരുന്നത്. സോ അതിനെ നമുക്ക് ഡി എൻ എ പോളിമറേസ് യൂസ് ചെയ്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്യണമായിരുന്നു. നെക്സ്റ്റ് വന്നതാണ് PCR directed mutagenesis. So the limitation of restriction sites in cassette mutagenesis may be overcome using polymerase chain reaction with oligonucleotide primers such that a large fragment may be generated covering two convenient restriction sites. So PCR site directed വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ലാർജ് ഫ്രാഗ്മെന്റ് ആയിരിക്കും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുക. സോ അതൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് പറയും. സോ ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈഡ് പ്രൊഡക്ട്സ് പ്രൊഡക്ഷൻ. അതായത് നമുക്ക് മ്യൂട്ടേഷൻ വഴിയിട്ട് നമുക്ക് വേണ്ട പ്രോട്ടീനും അതുപോലെ തന്നെ പല കാര്യങ്ങളും ബയോളജിക്കൽ സംഭവങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡ്യൂസ് ചെയ്യാം. അതാണ് ഡിസൈഡ് പ്രൊഡക്ട്സ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇൻവെസ്റ്റിഗേറ്റീവ് ടൂൾസ്, സ്പെസിഫിക് മ്യൂട്ടേഷൻ ഇൻ DNA allow the function and properties of a sequence ഒരേ പ്രോട്ടീൻ നമുക്കൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ടൂളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. റിസർച്ചിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ഇറ്റ് അലൗസ് റിസർച്ചേഴ്സ് ടു സ്റ്റഡി ദ ഇമ്പാക്ട് ഓഫ് ചേഞ്ച് ഓർ മ്യൂട്ടേഷൻ വിത്തിൻ ദ ജീൻ ഓർ കോഡ്. താങ്ക് യു.